ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുഞ്ഞൊരു വ്ളോഗാണ് ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ പോയി വന്നിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വ്ളോഗൊക്കെയാണ്. ആദ്യം പോയത് ഏട്ടൻ്റെ വീട്ടിലോട്ടാണ്. പാലക്കാട് ഒറ്റപ്പാലത്താണ്. അപ്പോൾ ഞങ്ങൾ ഒരു 4 മണി സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് മഴവില്ലൊക്കെ കണ്ടപ്പോൾ അങ്ങനെ നിന്നതാണ് അവിടെ. നല്ല ഫുള്ളായിട്ടുള്ള മഴവില്ലൊക്കെ കണ്ടങ്ങനെ നിന്നു. ഏകദേശം ഒരു 4 മണി സമയത്താണ് ഇറങ്ങിയത്. വെള്ളിയാഴ്ചയാണ് പോയത് കേട്ടോ. റോട്ടിലൊന്നും അധികം വണ്ടികളൊന്നുമില്ല, ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡിലൊക്കെ വളരെ തിരക്ക് കുറവാണ്. സാധാരണ ഉള്ളതിനെക്കാട്ടിലും നല്ല വണ്ടികളൊക്കെ കുറവാണ്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ലോക്ക്ഡൗണൊക്കെ അല്ലേ, നേരത്തെ അമ്പലത്തിലേക്ക് എത്തി. ഇതാണ് ഒറ്റപ്പാലത്ത് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഭഗവതി ക്ഷേത്രം, ചോറോട്ടൂർ ഭഗവതി ക്ഷേത്രം. അപ്പോൾ ഞങ്ങൾ രാവിലെ തൊഴാൻ വന്നതാണ് അമ്പലത്തേക്ക്. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഔട്ട്ഡോർ ഷൂട്ടിങ്ങൊക്കെ ഇവിടെ വെച്ചിട്ടായിരുന്നു. ചോറോട്ടൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രമാണ്. ഞങ്ങളകത്തൊക്കെ പോയി തൊഴുതിട്ട് വന്നു. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൊക്കേഷനാണ്. കാരണം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഔട്ട്ഡോർ ഷൂട്ടിങ്ങൊക്കെ ഇവിടെ വന്നിട്ടാണ് എടുത്തത്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഭയങ്കര പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന അവിടെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഇതാണ് അമ്പലം. അപ്പോൾ ഇവിടെയൊക്കെ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങൊക്കെ. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു കുളമുണ്ട്. നല്ലൊരു തണുപ്പ് കാലാവസ്ഥയാണ് ഇപ്പോൾ തോന്നുന്നത് ഇവിടെ. രാവിലെയൊക്കെ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് വീട്ടിലേക്ക് പോകുന്ന വഴി. ചുറ്റും പാടങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ മാസ്കും ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വീടെത്താനായി. പറഞ്ഞ പോലെ തന്നെ തൊട്ടടുത്തുള്ള അമ്പലമാണ്. ഈ അടുത്തുള്ള ഭാഗത്തൊക്കെ ഇതുപോലത്തെ സ്ഥലങ്ങളാണുള്ളത്. മൊത്തം പച്ചപ്പായിട്ട് പാടങ്ങളും അതുപോലെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു സ്ഥലത്ത് കൂടി പോവാണ്. കാളിയാർമഠം അമ്പലമാണ്. അവിടെയും കൂടി പോയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ കാളിയാർമഠം എന്നൊക്കെ പറയുന്ന ക്ഷേത്രത്തിൻ്റെ ഒക്കെ അടുത്താണ്. അതേപോലെ രണ്ടുമൂർത്തി ക്ഷേത്രം. അപ്പോൾ ഇതാ കാളിയാർമഠത്തേക്ക് പോണ വഴിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നും പോകണില്ല അങ്ങോട്ട്. അപ്പോൾ കൈവശം മറക്കണ അതിനൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല അമ്പലത്തിലേക്ക്. വീട്ടിനടുത്ത് തന്നെയാണ്, പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏതായാലും പ്രാവശ്യം വന്നപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇതിനകത്തൊന്നും കയറുന്നില്ല. അപ്പോൾ ഇതാണ് കാളിയാർമഠം അമ്പലം. പുറത്തൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതാണ് അടുത്ത അമ്പലം. ഇവിടെ വീട്ടിന് തൊട്ടടുത്ത് 3 അമ്പലങ്ങളുണ്ട്. ഒന്ന് രണ്ടുമൂർത്തി ക്ഷേത്രം, പിന്നെ ചോറോട്ടൂർ കാവ്, അതുപോലെ ഇപ്പോൾ കണ്ട കാളിയാർമഠം. അങ്ങനെ 3 അമ്പലങ്ങളാണുള്ളത്. ഈ അമ്പലത്തിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് ഞങ്ങളുടെ വീട്. ഇവിടെ പ്രത്യേക ദിവസങ്ങളിൽ ലക്ഷദീപം തെളിയിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അമ്പലത്തിനടുത്തും ഒരു കുളമൊക്കെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് രണ്ടുമൂർത്തി ക്ഷേത്രം. അപ്പോൾ ഇതിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് ഞങ്ങളുടെ വീട്. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നുമില്ല അമ്പലത്തിൽ. മാസ്കൊക്കെ വെച്ചിട്ടാണ് അകത്ത് കയറുന്നത്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഹാളിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ റിസപ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഹാള്. ഈ ഹാളിൽ വെച്ചിട്ടായിരുന്നു റിസപ്ഷൻ.
ഇത് നാഗങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് അയ്യപ്പൻ. ഈ ആൽമരത്തിന് നടുവിലായിട്ടാണ് അയ്യപ്പനുള്ളത്. ശബരിമലയ്ക്കുള്ള കെട്ടുന്നവരൊക്കെ അവിടെ വെച്ച് നടത്താറുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ആലാണ്. അമ്പലത്തിനോട് ചേർന്നിട്ടാണ് ആലുള്ളത്. ഇപ്പം ആ ആലിൻ്റെ നടുവിലായിട്ടാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഫുൾ വ്യൂ. അപ്പോൾ ഈ രണ്ട് മൂർത്തി അമ്പലത്തിൻ്റെ അടുത്തുള്ള കുളമാണിത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടും ഞങ്ങളുടെ ഔട്ട്ഡോർ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്താൻ നോക്കാം. ഇതാണ് ഔട്ട്ഡോർ ഷൂട്ടിൻ്റെ ഫോട്ടോസ്. ഇത് അമ്പലത്തിൻ്റെ ഭാഗത്തു നിന്ന് എടുത്തതാണ്. ഈ രണ്ട് ഫോട്ടോ അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് എടുത്തതും ഇത് ഈ കുളത്തു നിന്നാണ് എടുത്തത്. ഇതാണ് ഞങ്ങളുടെ വീട്. തീർത്ഥം പുത്തികാധികാരി മഠം എന്ന വീട്ടിൻ്റെ പേര്. ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വീട്ടിലൊരു പൂജ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് എൻ്റെ ചെറിയച്ഛന്മാരും അച്ഛനും ഏട്ടനും കൂടിയിട്ടാണ് ഈ പൂജ ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ വരാനായിട്ടുണ്ട് ടൈം. അപ്പോൾ ഞാൻ അതിൻ്റെ വിഷ്വൽസും ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഏകദേശം ഒരു 10:30 10:45 ആയിട്ടുണ്ട്. അപ്പോൾ പൂജയ്ക്കുള്ള പരിപാടിയൊക്കെ റെഡിയാക്കുകയാണ്. അവരെല്ലാവരും അവരുടെ അമ്പലത്തിലത്തെ പൂജ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഈ സോഫയിലിരിക്കുന്നതാണ് അച്ഛൻ, അതായത് ഏട്ടൻ്റെ അച്ഛൻ. അപ്പോൾ പൂജയ്ക്കുള്ള പരിപാടികളൊക്കെ എല്ലാം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് വലിയൊരു പൂജയായിരുന്നു. വൈകുന്നേരമാണ് കഴിഞ്ഞത്. ഏകദേശം ഒരു 4:45 കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ ഭക്ഷണം കഴിച്ചിട്ട് അപ്പം തന്നെ പോവുകയും ചെയ്തു. വൈകുന്നേരം അമ്പലമൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോകേണ്ടി വന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഏട്ടൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അതൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ ഏതായാലും അവരെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഏട്ടൻ്റെ അച്ഛനും അമ്മയും. അമ്മയുടെ പേര് വനജ, അച്ഛൻ്റെ പേര് ചന്ദ്രൻ. ഇത് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് പിക്ചറാണ്. അപ്പോൾ ഈ നടുക്ക് നിൽക്കുന്നതാണ് ഏട്ടൻ്റെ ചേച്ചി. ഇത് അവരുടെ ഫാമിലിയാണ്. അപ്പോൾ അവർക്ക് പൂജയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അവർ മലപ്പുറത്താണ് താമസിക്കുന്നത്, പെരിന്തൽമണ്ണ. പൂജ രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. ഞങ്ങൾ 5-6 മാസത്തിന് ശേഷമാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് പോകാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഏതായാലും ഈ ആഴ്ച പോയി വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. വെള്ളിയാഴ്ച പോയി, തിങ്കളാഴ്ച എത്തി. അപ്പോൾ ഈ പൂജ നടന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ ട്രിപ്പ് ഭയങ്കര രസമായിരുന്നു. കാരണം ഭയങ്കര സ്പീഡായിട്ട് എല്ലാവരുടെയും പോയി വന്നേ. ഇവിടെ നിന്ന് നേരെ വീട്ടിൽ പോയി, പിറ്റേന്ന് അമ്പലത്തിൽ പോവും, അതുപോലെ പൂജ തിരക്കും. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ചെറിയച്ഛന്മാരുടെ വീട്ടിലൊക്കെ പോയി, എൻ്റെ വീട്ടിലും പോയി. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഇപ്രാവശ്യത്തെ ട്രിപ്പ്.
ഇത് പൂജയുടെ ഭാഗമായിട്ടുള്ള ദമ്പതിദാനമാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ പൂജയുടെ തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഞങ്ങളിന്ന് എൻ്റെ ചെറിയച്ഛൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ എൻ്റെ 2 ചെറിയച്ഛൻ്റെ വീടും അടുത്തടുത്തായിട്ടാണ്. വള്ളിക്കോടാണ് സ്ഥലം, പാലക്കാട് മുട്ടിക്കുളങ്ങരയുടെ അടുത്തായിട്ട് വരും. അപ്പോൾ ഒരു ചെറിയച്ഛൻ വളയപ്പുള്ളിക്കാവ് എന്ന് പറയുന്ന അമ്പലത്തിലാണ് പൂജ വയ്ക്കുന്നത്. വേറൊരു ചെറിയച്ഛൻ അയ്യപ്പൻകാവിലാണ് പൂജ വയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം. ഇതാണ് ചെറിയച്ഛൻ്റെ വീട്. അപ്പോൾ ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ഞാൻ ഓരോരുത്തരായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഏട്ടനെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഏട്ടൻ. അപ്പോൾ ഇത് ചെറിയച്ഛൻ. ഈ ചെറിയച്ഛനാണ് വളയപ്പുള്ളിക്കാവിൽ പൂജ വയ്ക്കുന്നത്. ഇത് അച്ഛൻ. അച്ഛനവിടെ പല്ലഞ്ചാത്തിൽ മന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ് പൂജ വയ്ക്കുന്നത്. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഭർത്താവ് പ്രകാശ്. അപ്പോൾ അതാ ചെറിയച്ഛൻ്റെ മക്കളാണ്. ഒരു 3 പേരാണ് ചെറിയച്ഛൻ്റെ മക്കൾ. ഞാൻ സംഗീത. ഞാൻ സവിത. ഞാൻ ശരണ്യ. അപ്പോൾ ഇതാണ് ചെറിയമ്മ. ഇപ്പം ഈ കണ്ട ചെറിയച്ഛൻ്റെ വൈഫാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ മൂത്ത ചെറിയച്ഛൻ്റെ അവിടെ ആണിപ്പോൾ നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ ഞാൻ പോകുന്നത് 2ാമത്തെ ചെറിയച്ഛൻ്റെ വീട്ടിലേക്കാണ്. അതിവിടെ തൊട്ടടുത്ത് തന്നെയാണ്, കണ്ടില്ലേ? ഇതാണ് 2ാമത്തെ ചെറിയച്ഛൻ്റെ വീട്. ഇത്ര അടുത്താണ് ഇവരുടെ വീട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തും. അപ്പോൾ ഇതാണ് 2ാമത്തെ ചെറിയച്ഛൻ. അയ്യപ്പൻകാവിലാണ് പൂജ വയ്ക്കുന്നത്. ഇത് 2 ചെറിയച്ഛൻ്റെ മക്കളാണ്. ഇത് ആതിര, ഇത് ശ്രീറാം. ഇതാണ് ചെറിയമ്മ. ഇതാണ് ഞങ്ങളുടെ മുത്തശ്ശി. അജ്ജി എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. അപ്പം അച്ഛൻ്റെ അമ്മയാണിത്. അപ്പോൾ ഇതാ ചെറിയച്ഛൻ്റെ തോട്ടങ്ങളാണ്. പൂക്കളും കാര്യങ്ങളൊക്കെ വളർത്തലാണ് ചെറിയച്ഛൻ്റെ ഒരു ഹോബി. അതാ കണ്ടില്ലേ, കുമ്പളങ്ങ, അതുപോലെ കോവയ്ക്ക. ഭയങ്കര രസമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഫുള്ള് ചെടികളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഒരു പന്തൽ പോലെയൊക്കെ ഇട്ടിട്ടാണ് കോവയ്ക്ക വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഫുള്ളായിട്ടൊരു പന്തൽ പോലെയൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാണുന്ന വീടാണ് നമ്മളിപ്പോൾ പോയ ചെറിയച്ഛൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങായി ഇവിടുന്ന്. അച്ഛന് വൈകുന്നേരം അമ്പലത്തേക്ക് പോകണം. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അവിടെ വെച്ച് കാണാം. പോകുന്നതിന് മുമ്പായിട്ടൊരു വീഡിയോ എടുത്തതാണ്. ഇതെൻ്റെ അച്ഛൻ്റെ ഫാമിലിയാണ്. ഇനി 2 പേരും കൂടി ഉണ്ട് ഈ ഫാമിലിയിൽ. ഇതാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിലെത്തിയിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ വീടെത്തിയിട്ട് ഏട്ടൻ്റെയും അച്ഛൻ്റെയും അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അമ്പലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കാം. ഇതാണ് എൻ്റെ വീട്. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിലെത്തി. ഇപ്പോൾ എൻ്റെ ഏട്ടൻ പൂജ കഴിക്കണ അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് കുളമൊക്കെ ഉണ്ട്. പത്തീശ്വരം എന്ന് പറയും ആ അമ്പലമാണ്. തെരുവത്ത് പള്ളിയുടെയൊക്കെ അടുത്തായിട്ടുള്ള അമ്പലമാണ്. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൽ തന്നെ വീഡിയോയിൽ സൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്. കോപ്പിറൈറ്റ് ആവണ്ടാന്ന് വെച്ചിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ അമ്പലത്തിൽ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുളത്തിൻ്റെ അവിടേക്ക് വന്നതാണ്. നല്ല തണുത്ത വെള്ളമാണ്. മഴയൊക്കെ പെയ്തുകൊണ്ടാണ് തോന്നുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. ഇതൊരു കുടുംബക്ഷേത്രമാണ്, പത്തീശ്വരം ശിവക്ഷേത്രം. അപ്പോൾ ആദ്യമൊക്കെ ഇവിടെ സപ്താഹം വായനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പണ്ടുള്ളവർ, ഇപ്പോൾ ഈ കുടുംബക്കാരുടെ മുത്തശ്ശന്മാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് സപ്താഹമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്താണ് ഈ അമ്പലത്തിലേക്ക് ലാസ്റ്റായിട്ട് വന്നത്. അപ്പോൾ ഇതാ എൻ്റെ ഏട്ടൻ, നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഏട്ടനും ഇതേപോലെ ആദ്യം പൂജ വെച്ചിട്ടുണ്ടായിരുന്ന അമ്പലമാണ്. പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് ഇപ്പോൾ ആദ്യം വന്നിരിക്കുന്നത്. അമ്പലം കാണാനായിട്ട് നല്ല രസമാണ്. ഈ അമ്പലത്തിൻ്റെ ചുറ്റും തുളസി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല തുളസി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ അമ്പലത്തിൻ്റെ ചുറ്റും തുളസിയാണ് വെച്ചിരുന്നത്. ഇവിടെ ശിവനാണ് പ്രതിഷ്ഠ. പിന്നെ ഗണപതിയും വലതുവശത്തായിട്ട് അറ്റത്ത് നാഗങ്ങളുണ്ട്. അപ്പോൾ അമ്പലത്തിൽ തന്നെ ഒരു കിണറുണ്ട്. പൂജ ആവശ്യത്തിനൊക്കെ ഈ കിണറിൽ നിന്നാണ് വെള്ളം എടുക്കുക. നല്ല തെളിഞ്ഞ വെള്ളമാണ് കിണറിലുള്ളത്. അപ്പോൾ ഈ കുളത്തിൻ്റെ അടുത്തായിട്ടൊരു പള്ളിയുണ്ട്, അതായത് തെരുവത്ത് പള്ളി. ഇവിടുത്തെ പള്ളി നേർച്ചയൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരാറുണ്ട് പള്ളി നേർച്ചയ്ക്ക്. അപ്പോൾ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ പള്ളി. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന പള്ളി. ഇനി പോകുന്നത് എൻ്റെ അച്ഛൻ പൂജ വയ്ക്കുന്ന അമ്പലത്തിലേക്കാണ്. കൊറോണയൊക്കെ ആയതുകൊണ്ട് തന്നെ കൈ കഴുകാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ്, മന്നത്ത് ഭഗവതി ക്ഷേത്രം. അപ്പോൾ അമ്പലത്തിൽ കയറിയ സമയത്ത് മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ തിരക്കൊന്നുമില്ല, ആരുമില്ല അമ്പലത്തിൽ. ഇവിടെയാണ് നാഗങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ ഭാഗത്തായിട്ട് ഗണപതി ഉണ്ട്. ഈ അമ്പലത്തിൻ്റെ പുതുക്കിപ്പണി കഴിഞ്ഞിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. അതായത് അമ്പലം പുനരുദ്ധാരണ ചടങ്ങ് കഴിഞ്ഞിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. ഈ അമ്പലത്തിൽ പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് കതിർ മഹോത്സവമാണ്.
അപ്പോൾ അമ്പലത്തിൽ നിന്ന് തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോന്നു, അതായത് എറണാകുളത്തേക്ക് തന്നെ തിരിച്ചു വന്നു. ഞങ്ങൾ 2-3 ദിവസം എങ്ങനെ പോയെന്ന് തന്നെ അറിയില്ല, അത്ര സ്പീഡായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു 3 ദിവസം ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.